all, this is Tanya here again. ഇതൊരു ന്യൂ ഇയർ വ്ളോഗാട്ടോ. ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ മില്ലിഗ്രാം സ്റ്റോറിൽ കയറി അവിടെ ഡയറീസൊക്കെ നോക്കി ഒരു ഡയറിയൊക്കെ വാങ്ങിച്ചു. ഞാൻ പണ്ട് ജേർണലിംഗ് ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ അത് സ്റ്റോപ്പായിപ്പോയി. ജേർണലിംഗ് റിയലി ഹെൽപ്സ് യു ടു കാം ഡൗൺ ആൻഡ് കൺട്രോൾ യുവർ ഇമോഷണൽ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. ഇതെനിക്ക് ശരിക്കും അനുഭവമുള്ളതാണ്. സോ ഐ തോട്ട് വൈ നോട്ട് സ്റ്റാർട്ട് ഇറ്റ് അഗൈൻ. അങ്ങനെ അത് തുടങ്ങി. 31st ഈവനിങ് തൊട്ട് ഇവിടെ സിറ്റിയിൽ ഫുൾ പരിപാടീസാണ്, ലൈക്ക് DJ, ഗെയിംസ്, ആൻഡ് ദെൻ വി ഹാവ് മെനി ഫുഡ് സ്റ്റോൾസ്, ഫുഡ് ട്രക്സ്. ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ നേരത്തെ തന്നെ ഓരോ സ്പോട്ട്സിലും പോയിട്ട് സീറ്റ് പിടിക്കും. അങ്ങനെ നമ്മളും ഒരു സ്പോട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ശരിക്കും 9:30 ഒരു ഫയർ വർക്ക് ഉണ്ട്. ഇറ്റ്സ് ഫോർ ഫാമിലി ആൻഡ് കിഡ്സ് എന്നാണ് പറയണേ. അപ്പം ഫാമിലി ആൻഡ് കിഡ്സായിട്ട് വരുന്നവർ 9 ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് 9 വെച്ചേക്കണേ. നമുക്ക് വേറെ 12 വേറെ മെയിൻ ഫയർ വർക്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ പോയത് കിങ്സ് ഡൊമെയിനിലാണ്. 9 ഫയർ വർക്ക്സ് ഇവിടെ നിന്നിട്ടാട്ടോ കണ്ടേ. അത് കഴിഞ്ഞ് മെയിൻ ഫയർ വർക്ക്സ് കാണാൻ പോയത് ഷ്രൈൻ ഓഫ് റിമെമ്പറൻസിലാണ്. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു 12 മണി വരെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. മെമ്മറി ഫുൾ, സ്റ്റോറേജ് ഫുൾ, പ്ലീസ് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ വർഷത്തെ കാര്യം ഒരു തീരുമാനമായിന്ന്. എനിവേസ്, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. എല്ലാവരും അടിച്ചു പൊളിക്കുക, നന്നായി ജീവിക്കുക, അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.